പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുകയും സഹായിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിപ്പാൻ ദൈവം നമ്മളെ എല്ലാം ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ സാക് വർഗീസ് സാറ് തന്നെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ ഇത് ഏറ്റവും അനുഗ്രഹമായി തരേണ്ടതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. പ്രിയ ബ്രദർ സ്റ്റെലാസ് ആൽബർട്ട് പുതുതായിട്ട് ക്ലാസ്സിൽ കൈമേന്ന് ജോയിൻ ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ പ്രാർത്ഥിച്ചു. കർത്താവേ നന്ദി അപ്പ, ദൈവമേ നന്ദി അപ്പ. ഞങ്ങൾക്ക് ദൈവമേ അഗാപ്പയെ ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇത് കടന്നു വന്ന കർത്താവെ ഓരോ മക്കളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം സംസാരിക്കുന്ന സാക് വർഗീസ് അഭിഷിക്തനെ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അപ്പൊ ആ ദാസനിൽ കൂടെ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളെ ഉള്ളിലെ ജീവനായി മാറണമേ അപ്പ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിനേറെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവെ. ലുദിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ, ശിഷ്യന്മാരുടെ കണ്ണിനെ തുറന്നതുപോലെ, ബുദ്ധിയെ തുറന്നതുപോലെ, സ്വർഗത്തിൽ നിന്ന് ശിഷ്യന്മാർക്ക് വരം കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ഒരു വചനം പോലും നഷ്ടപ്പെടാതെ കർത്താവ് ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കർത്താവെ മനസ്സിലാക്കി തരാൻ കർത്താവ് സഹായിക്കണമേ അപ്പ. ഇന്ന് കടന്നു വന്ന ഓരോ മക്കൾക്ക് ഒരു വചനം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാതെ വണ്ണം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറ്റണമേ അപ്പ. അപ്പ ഇന്ന് ദൈവമേ അപ്പ ലീഡ് ചെയ്യുന്ന മകനെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ലാൽപാസ്റ്റിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ ശക്തനെ ശക്തമായി വരും കാലങ്ങളിൽ ഉപയോഗിക്കണമേ അപ്പ. ഹല്ലേലൂയ, സ്തോത്രം. വചനം സംസാരിക്കുന്ന മകനെ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. ശക്തമായ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിലായിരിക്കുന്ന ഭവനത്തിനകത്ത് ശക്തമായി സംസാരിക്കാൻ കർത്താവ് ഇടയാക്കണമേ. കടന്നു ഓരോ മക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹമാക്കി തരാൻ കർത്താവ് സഹായിക്കണം. ഇതിന് ലീഡ് ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ശുശ്രൂഷകളെ അനുഗ്രഹത്തോടെ ആയിരിക്കും കർത്താവ് സഹായിക്കണം. എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു ക്ലാസ്സിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവിടെ രാത്രികാലം ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ ലാലു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ, കർത്താവിനെ സ്നേഹിച്ച് ഇന്നിവിടെ പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ സഭ ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി, അതിൻ്റെ അവിടെ ആയിരിക്കുന്ന സഹോദരങ്ങളും സഹോദരികളും ക്ഷേമവും നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ പഠനത്തിനായിട്ട് നമുക്ക് ദൈവസ്ഥലത്തിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എൻഡ് ടൈം ഇവൻറ്റ്സ്, അന്ത്യകാല സംഭവങ്ങൾ, അതിനോടുള്ള അന്ത്യകാല പ്രവചനങ്ങൾ, ഈ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ലോകത്തിന് എന്താകും, തൻ്റെ രാജ്യത്തിന് എന്താകുമെന്നും ഭാവി എന്താണെന്ന് ചിന്തിച്ച് കിടന്ന കിടക്കയിൽ നെബൂഖദ്നേസർ രാജാവിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു സ്വപ്നത്തിൽ കൂടി കാണിച്ചു കൊടുത്ത ആ സ്വപ്നമാണ് നമ്മുടെ ആദ്യത്തെ വിഷയമായിരുന്നു. അതിനുശേഷം ദാനിയേലിൽ കൂടി ദൈവം ലോകത്തിന് എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് ഇതുപോലുള്ള ദർശനങ്ങൾ കൂടി വെളിപ്പെടുത്തി കൊടുത്തു. അതിലെ മൂന്നാമത്തെ ദർശനമാണ് 70 ആഴ്ചകളെക്കുറിച്ചുള്ള ദർശനം. അതാണ് കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ തലേ ആഴ്ചയും നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. അത് പെട്ടെന്ന് ഓടിച്ച് പഠിക്കുവാൻ സാധിക്കാത്തൊരു വിഷയമായതുകൊണ്ട് ഞാനത് വളരെ സാവധാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതിനെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് കയറാം. പ്രൈസ് ദി ലോർഡ്.
ആ, ഈ വേദഭാഗം നമ്മൾ വായിച്ചത് ദാനിയേൽ പ്രവചനത്തിൻ്റെ ഈ 70 ആഴ്ചകളുടെ ദർശനം ദാനിയേൽ പ്രവചനം 9 അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം 24 മുതൽ 27 4 വാക്യങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനിവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കുമല്ലോ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദർശനത്തെ 70 ആഴ്ചവട്ടത്തിൻ്റെ ദർശനമെന്ന് നമ്മൾ പേരിട്ടതിൻ്റെ കാരണം. തുടർന്ന് വായിക്കുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേകം ഛേദിക്കപ്പെടും. അവനും ആരുമില്ലാന്ന് വരും. പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ഞനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവനൊരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയപ്പെട്ടിരിക്കുന്നു. 27 വാക്യം, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുള്ള ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരുന്നു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഇതാണ് 70 ആഴ്ചകളെക്കുറിച്ചുള്ള ദർശനം ദാനിയേലിന് ദൈവം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, ബാബിലോണ്യ പ്രവാസകാലത്ത് താൻ ഇരമ്യാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ബാബിലോൺ പ്രവാസകാലം 70 വർഷമാണെന്നും അതിനുശേഷം ദൈവം ഇസ്രായേൽ മക്കളെ യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടു പോകും എന്നുള്ള ആ വാഗ്ദാനം ദാനിയേൽ കണ്ടു. അത് വെച്ച് താൻ പ്രാർത്ഥിച്ചു. കാരണം താൻ ഈ വിഷയം മനസ്സിലാക്കിയ സമയം ഓൾമോസ്റ്റ് ഈ 70 വർഷം അവസാനിക്കാറായ സമയമായി. ആ വിഷയം താൻ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങളെ എത്രയും വേഗം അയക്കണമേ, നിൻ്റെ വചനപ്രകാരം നിൻ്റെ പ്രോമിസിനനുസരിച്ച് എത്രയും വേഗം ഞങ്ങളെ അയക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഒരു ദൂതനെ അയച്ച് തനിക്ക് ഈ 70 ആഴ്ചവട്ട കാലത്തിൻ്റെ ദർശനം കൊടുക്കുകയാണ്. ആ കാരണത്തിൽ അത് കൊടുക്കും. ഈ 70 സംവത്സരത്തിൻ്റെ കാര്യവും ഇവർ ബാബിലോൺ പ്രവാസം വിട്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊട്ടും ഇവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ആ കാര്യം തനിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ അതിനപ്പുറമായി തൻ്റെ ജനമായ ഇസ്രായേലിന് എന്ത് സംഭവിക്കും, അവരുടെ വിദൂര ഭാവി എന്താണെന്നാണ് ഈ 70 ആഴ്ചയുള്ള ദർശനത്തിൽ കൂടി ദൂതൻ വെളിപ്പെടുത്തി കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അതിൽ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന 24 വാക്യത്തിൽ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനും നിത്യനീതി വരുത്തുവാനും ദർശനവും വചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചയോടെ നിയമിച്ചിരിക്കുന്നു. ഇതിൻ്റെ ചുരുക്കമായിട്ട് അതെന്താണെന്ന് പറഞ്ഞാൽ, അന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും രണ്ടാമത്തെ വരവ് വരെ ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് ചുരുക്കിയ ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിക്രമത്തെ ചെയ്ത പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനും നിത്യനീതി വരുത്തുവാനും. ഇതൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യമാണ്. അതിന് ശേഷമായിട്ട് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ യെരുശലേമിൽ ദേവാലയത്തിനെ അഭിഷേകം ചെയ്യുകയും തിൻ്റെ ജനത്തിനും വിശുദ്ധനഗരത്തിനും അതിനുവേണ്ടി 70 ആഴ്ചവട്ടക്കാലം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ദൂതൻ പറയുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഗ്രഹമാണ്. അത് വളരെ വിശാലമായ വിഷയമാണ്. അനേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ ചുരുക്കമായിട്ട് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന് എന്ത് സംഭവിക്കും? ഇനിയും ഇസ്രായേൽ യെരുശലേമിൽ വന്ന് നഗരം പണിയും.
അതിനുശേഷമായിട്ട് യേശു ക്രിസ്തു വരും. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടും. യെശു ക്രിസ്തു മെസ്സായ വിൽ ബി കട്ട് ഓഫ്. അതിനുശേഷമായിട്ട് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ആൾക്കാർ വന്ന് യെരുശലേമിനെ നശിപ്പിക്കും. അതിനുശേഷമായിട്ട് യുദ്ധങ്ങളും കലഹങ്ങളും അനേകം നാളുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമായിട്ട് അന്ത്യക്രിസ്തു ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം കൂടെ അന്ത്യക്രിസ്തുവിനെ അവസാനമായിട്ട് നശിപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും പറഞ്ഞ് ഇതെല്ലാം കൂടെ നടക്കാൻ വേണ്ടി 70 ആഴ്ചവട്ടക്കാലം എന്ന് ദൂതൻ പറഞ്ഞു. അതിനുശേഷം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഈ ചുരുക്കി പറഞ്ഞ് വികാസപ്പെടുത്തി കാണിക്കുകയാണ്. ഒന്നുകൂടെ വിശകലനം ചെയ്യുകയാണ് ഈ 3 വാക്യങ്ങൾ. അതിൽ എഴുതിയിരിക്കുന്നത്, അതിന് 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യെരുശലേം പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും. അതാണ് അതിനകത്ത് ഒരു വിഷയം. ഒരു കാര്യം ഓർത്തോണം. യെരുശലേമിൻ്റെ കാര്യം, പട്ടണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമല്ല. ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഈ BC 536 ആദ്യമായിട്ട് ജനം പോയപ്പോൾ അവർ ചെയ്തത്, അന്ന് സൈറസ് കോരേശായിരിക്കുന്ന രാജാവ് കൽപ്പന കൊടുത്തത്, തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ ദൈവമായിരിക്കുന്ന ദൈവത്തിന് ഒരാലയം പണിയണം എന്ന് പറഞ്ഞ ആലയത്തിൻ്റെ പണി ഈ BC 536 പോകുന്ന ആ കൂട്ടരും അതിനുശേഷമായിട്ട് എസ്രായും സെറുബാബേലും എല്ലാം കൂടെ കൂടി ആലയം പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് എസ്രായുടെ പുസ്തകം, ഹാഗായി, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച പുസ്തകങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അപ്പം പട്ടണത്തിൻ്റെ പണിയെക്കുറിച്ച് സംസാരിച്ചു. അതാണ് ഇതിൻ്റെ ഒരു ഭാഗം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മശിഹ ഛേദിക്കപ്പെടും, വരാനിരിക്കുന്ന രാജകുമാരൻ്റെ എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ ആളുകൾ നഗരവും വിശുദ്ധ മന്ദിരവും നശിപ്പിക്കും. അതിനുശേഷം യുദ്ധങ്ങളും ശൂന്യതകളും ഉണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അന്ന് ദാനിയേലിൽ കൂടി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ വിവരങ്ങൾ യെരുശലേമിൽ അവരെ നെഹമ്യാവിൻ്റെ കാലത്ത്, നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, നെഹമ്യാവ് പോയി അർത്താസക്സസ് എന്ന് പറയുന്ന രാജാവിൻ്റെ 20-ാം ആണ്ട് കാലത്ത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ അവർ യെരുശലേമിൽ പോവുകയും ഇടിഞ്ഞു കിടന്ന അതിൻ്റെ മതിലുകൾ പണിയുകയും പട്ടണത്തെ എല്ലാം സുരക്ഷിതമാക്കുകയും ചെയ്തു. ഓൾറെഡി സംഭവിച്ച കാര്യമാണ്. പിന്നീട് മശിഹ ഛേദിക്കപ്പെടും. നമുക്കറിയാം AD 30 യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു. താനെ BC 4 ഈ ലോകത്തിലേക്ക് ജാതനാകുകയും AD 30 താൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മശിഹ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞ കാര്യവും നടന്നു കഴിഞ്ഞു. അതിനുശേഷം വരാനിരിക്കുന്ന രാജകുമാരൻ്റെ എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ, ആ പ്രഭു എന്ന് വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ ജനം എന്ന് പറയുന്നത് ഈ ജെൻറ്റൈൽ കിങ് ആയിരിക്കുന്ന അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർ വന്ന് AD 70 യെരുശലേം പട്ടണം പിടിച്ച് ദേവാലയം തീ വെച്ച് നശിപ്പിച്ചു എന്ന വിവരമാണ് അതിനുശേഷം മശിഹ ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ യുദ്ധങ്ങളും ശൂന്യമാക്കലും ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇസ്രായേലിനോട് നോക്കിയാൽ ഇസ്രായേൽ ഒരു വലിയ രാജ്യമായിട്ട് മാറിയെങ്കിലും യുദ്ധം വിട്ടുപോകാതെ എപ്പോഴും യുദ്ധത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അതാണ് കുറച്ചുകൂടെ ഈ 26-ാം വാക്യത്തിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലയളവ്, ഇസ്രായേലിൻ്റെ കാലയളവ് നോക്കുകയാണെങ്കിൽ യുദ്ധങ്ങളും ശൂന്യമാക്കുന്നതുമായ അനുഭവങ്ങൾ നടക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇസ്രായേൽ കഴിഞ്ഞു പോകുന്നത്. ഇനിയും അത് അപ്പോൾ എത്ര ആഴ്ചവട്ടം കൊണ്ട്? 69 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടം കൊണ്ട് എല്ലാം നടക്കും, 69 ആഴ്ച കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടക്കും എന്ന് ദൂതൻ കൽപ്പിക്കുകയാണ്. ഇനി 70-ാം എൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 26 അല്ല 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. എതിർ ക്രിസ്തു ഒരാഴ്ചത്തേക്ക് ജനങ്ങളുമായി ഉടമ്പടി ഉറപ്പിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ അവന് യാഗങ്ങളും വഴിപാടുകളും അവസാനിപ്പിക്കും. മ്ലേച്ഛത, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അവസാനം ഈ ശൂന്യമാക്കുന്നവൻ്റെ മേൽ
ക്രോധം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച 27-ാം വാക്യം. 27-ാം വാക്യം. അവൻ ഒരാഴ്ചയോടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. ആഴ്ചയോടത്തിന് മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അത് അന്തിക്രിസ്തുവാണ്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കണമെന്ന് പറയുന്നത് അന്തിക്രിസ്തുവാണ്. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനമായിട്ട് അന്തിക്രിസ്തുവിനെ ദൈവം നശിപ്പിക്കും, യേശു ക്രിസ്തു നശിപ്പിക്കും. ഇതാണ് ഈ 4 വാക്യങ്ങളുടെ സംഗ്രഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കണം. അപ്പോൾ ഈ ദൈവദൂതൻ ദാനിയേലിന് കൊടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലേ, നിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാവി എന്താണ് എന്നാണ് കാണിക്കുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ അന്തിക്രിസ്തുവിൻ്റെ അവസാനം ആകുമെന്ന് പറയുമ്പോൾ അതിൽ കൂടി ദൈവദൂതൻ ദാനിയേലിൽ പറയുന്നത്, ദാനിയേലേ, ഇതിൻ്റെ അവസാനമായിട്ട് മശിഹ വീണ്ടും വരും. അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാജാതിരാജാവായിട്ട് വാഴും. ആ സമയത്താണ് ഇസ്രായേലിൻ്റെ രാജ്യം യഥാസ്ഥാനപ്പെടുന്നത് എന്ന ഇസ്രായേലിൻ്റെ വിദൂരമായ ഭാവിയെക്കുറിച്ച് അവിടെ വെച്ച് വെളിപ്പെടുത്തി കൊടുക്കുക. നമുക്കിതൊക്കെ പല കാര്യങ്ങൾ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഓർത്തു നോക്കണേ, ഇത് ദാനിയേലൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തെല്ലാം ആയിരിക്കും അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആയതുകൊണ്ട് പല ഈ കാര്യങ്ങളെല്ലാം അവർക്കും അദ്ദേഹത്തിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിഷയമാണ് 70 ആഴ്ചകൾ, ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇതിൻ്റെ ചരിത്രാവസ്ഥ എങ്ങനെയാണ്, ഇതെന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം ഇനി സംഭവിക്കാനിരിക്കുന്നു എന്നാണ്, എപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ വരവ്, ഏത് കാലയളവിലായിരിക്കും എന്ന്, രണ്ടാമത്തെ വരവ് ഏത് കാലയളവിലായിരിക്കും. ഈ കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് തരുന്ന സമയത്തിനുള്ളിൽ, നമുക്കുള്ള സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് തുടരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നിനക്ക് 70 ആഴ്ചകൾ കൊണ്ട് ഇതെല്ലാം നടക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. എപ്പോഴാണ് ഈ 70 ആഴ്ചകൾ ആരംഭിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതാണ് ആദ്യത്തെ ചോദ്യം. എപ്പോഴാണ് ഈ 70 ആഴ്ചകൾ ആരംഭിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം കാണുന്നത് BC 536 ദാരിയാവേശ് രാജാവിൻ്റെ ആദ്യ ആണ്ടിൽ. കോരേശ് വന്ന് ഈ രാജ്യം കൈവശമാക്കുന്ന 539 538 ദാരിയാവേശ് വന്ന് അതെടുക്കുന്നു. അതിന് 2 വർഷം കഴിഞ്ഞിട്ടാണ് 36 ഈ ദർശനം തനിക്ക് കിട്ടുന്ന, ഈ ആഴ്ചകളെക്കുറിച്ചുള്ള ദർശനം. അപ്പോൾ എന്നാണ് ഈ ആഴ്ചകൾ ആരംഭിക്കുന്നതെന്ന് ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാകും. ഇതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, 70 weeks are determined for your people and for your holy city. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. 25-ലേക്ക് വരുമ്പോൾ, know therefore and understand that from the going forth of the command to restore and build Jerusalem. Praise the Lord. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥമാണ്, അതിൻ്റെ മറുപടിയാണ് ഈ 25-ാം വാക്യത്തിൽ കാണുന്നത്. എപ്പോഴാണ് ഈ 70 ആഴ്ചകൾ ആരംഭിക്കുന്നത്? ഇവിടെ പറഞ്ഞു എപ്പോഴാണെന്ന് പറഞ്ഞിട്ട്, യെരുശലേം പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അന്ന് മുതൽ 70 ആഴ്ചകൾ. ഇതാണ് 25-ാം വാക്യം വഴി വായിച്ചത്. Know therefore and understand that from going forth of the command to restore, build and Jerusalem. അതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഇത് മലയാള ബൈബിളിലെ, എൻ്റെ ബൈബിളിൽ നോക്കിയിട്ട് ഇതുപോലെ ക്ലിയറായിട്ട് അത് എഴുതിയിട്ടില്ല മലയാളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് കൂടെ വായിച്ചത്. അപ്പോൾ എപ്പോഴാണ് 70 ആഴ്ചകളുടെ ആരംഭം? ഈ ദർശനത്തിൻ്റെ 70 ആഴ്ചകൾ എന്ന് പറയുന്ന 70 ആഴ്ചകളുടെ ആരംഭം എപ്പോഴാണ്? ഈ നഗരം പണിയാൻ വേണ്ടി, ദേവാലയമല്ല, നഗരം പണിയാൻ വേണ്ടി, യെരുശലേം നഗരം പണിയാനും പുനഃസ്ഥാപിക്കാനുമുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്ന ആ സമയം മുതലാണ് 70 ആഴ്ചകൾ മുമ്പോട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ചരിത്രപരമായി ഈ കൽപ്പന നൽകിയ വർഷം ഏത് വർഷമാണ്? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥമാണ്, അതിൻ്റെ മറുപടിയാണ് നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ അഞ്ജു സിസ്റ്റർ ഉണ്ടെങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാൽ. അഞ്ജു സിസ്റ്റർ അഞ്ജു സിസ്റ്റർ ഇല്ലെങ്കിൽ ബിൻസി സിസ്റ്റർ വായിച്ചു. അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന് മുൻപാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുൻപ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? സിസ്റ്ററെ അവിടെ നിർത്തുകയെ. ഒന്നുകൂടെ ആദ്യത്തെ ആ വാക്യം ഒന്നുകൂടെ വളരെ സാവധാനത്തിൽ ഒന്ന് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഏത് വർഷമാണ് ഈ കൽപ്പന പുറപ്പെടുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അത് ഒന്നുകൂടെ വായിച്ചാൽ. അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ അവിടെ നിർത്തിക്കാട്. അപ്പോൾ ഈ കൽപ്പന കൊടുക്കാൻ പോകുന്നത് അർത്ഥശിഷ്ട രാജാവിൻ്റെ 20-ാം ആണ്ട് വാഴ്ചയിലാണ്. പ്രൈസ് ദി ലോർഡ്. 20-ാം ആണ്ട് ഇതിനെയും മുമ്പോട്ട് വായിക്കുമ്പോൾ അതിന് 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. 8-ാം വാക്യം കൂടെ അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്നു പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകന്മാരായ ആസാഫ് എനിക്ക് മനം തരേണ്ടതിന് അവന് ഒരു എഴുത്തു നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ സമയമുള്ളപ്പോൾ വായിച്ചു. ഞാനിത് വായിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ് ആ കൽപ്പന കൊടുക്കുന്ന സമയത്തിൻ്റെ പശ്ചാത്തലം. അർത്ഥശിഷ്ട വർത്താർ സക്സസ് എന്ന് പറയുന്ന രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നെഹമ്യാവ് തനിക്ക് തൻ്റെ വീഞ്ഞൊഴിച്ച് കൊടുക്കാനിരുന്നപ്പോൾ തൻ്റെ മുഖം വിഷാദിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നെഹമ്യാവിൻ്റെ സഹോദരങ്ങൾ യെരുസലേമിൽ നിന്ന് വന്ന് നെഹമ്യാവ് അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് യെരുസലേമിൻ്റെ സ്ഥിതി എന്നെന്ന് ചോദിച്ചപ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ പട്ടണം എല്ലാം നശിച്ച് കിടക്കുന്നു, അവരുടെ അതിൻ്റെ വാതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നുവെന്ന് കേട്ട് താൻ വളരെ പ്രയാസപ്പെട്ട് മനഭാരത്തോടെയാണെന്ന് രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ സംഭവം. അപ്പോൾ രാജാവ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7, 8, 9 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രാജാവ് കൊടുക്കുന്ന കൽപ്പനയാണ്, നീ പോയി നിന്റെ അവിടെ ആയിരിക്കുന്ന പട്ടണം പണിയാൻ, അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ നദിക്കപ്പുറയുള്ള ഗവർണേഴ്സിന് ലെറ്ററും എല്ലാം കൊടുത്ത് അയക്കുന്നതായിട്ട് നമുക്ക് നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ഈ 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏത് വർഷമാണ് ഈ പട്ടണം പണിയാനുള്ള കൽപ്പന കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഏത് വർഷമാണ്? അർത്ഥസക്സസ് രാജാവിൻ്റെ 20-ാം ആണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ അർത്ഥസക്സസ് രാജാവിൻ്റെ 20-ാം ആണ്ടെന്ന് പറഞ്ഞാൽ ഏത് വർഷമാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചരിത്രത്തിലുള്ള വ്യക്തിയാണ്. അതാണ് BC 445 മാർച്ച് 14. അതാണ് ചരിത്രന്മാർ എഴുതിയിരിക്കുന്നത്. അർത്ഥസക്സസ് രാജാവിൻ്റെ 20-ാം ആണ്ടെന്ന് പറയുന്നത് BC 445. ഞാൻ നിങ്ങളുടെ ഓർമ്മയെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പോവാണ്. ബാബിലോണിയ പ്രവാസം BC 606. മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന കോരേഷ് വന്ന് ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിച്ച് അതിനെ പിടിച്ചെടുത്തത് BC 539. ദാരിയാവേശ് രാജാവ് ചാർജ് എടുക്കുന്നത് 538. ആദ്യത്തെ പ്രവാസികൾ അവിടുന്ന് ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നത് BC 536. ഇപ്പോൾ ഓൾമോസ്റ്റ്
ഒരു ഒരു 100 വർഷം കഴിഞ്ഞാണ് ഇതാ ഇപ്പോൾ ഇവിടെ ഈ അർത്താസസ് രാജാവ് ഈ ഇത് പണിയാൻ വേണ്ടിയുള്ള കൽപ്പന കൊടുക്കുന്നത്. BC 536 പോയി കഴിഞ്ഞാൽ പിന്നെ 36 വർഷം അവിടെയും പിന്നെ ഈ 45 കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 70-75 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്, ഈ കൽപ്പന കൊടുക്കുന്നത് പട്ടണം പണിയാൻ വേണ്ടി. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എപ്പോഴാണ് 70 ആഴ്ചകളുടെ ആരംഭം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എപ്പോഴാണ് അർത്താസസ് രാജാവിൻ്റെ 20-ാം ആണ്ട് എന്ന് പറയുന്നത് BC 445. ഞാനിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മുമ്പോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും അടുത്ത ചോദ്യം, ഈ 70 ആഴ്ചകളുടെ അവസാനം എപ്പോഴാണ്? അപ്പോൾ നിങ്ങൾക്ക് പേനായും പെൻസിലൊക്കെ ഉള്ളവർ, ബുക്കൊക്കെ ഉള്ളവർ നോക്കണം. BC 445 ഈ കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ 70 ആഴ്ചവട്ടം തുടങ്ങുന്നത് BC 445. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടക്കാലം എപ്പോഴാണ് അവസാനിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. കണക്കൊന്ന് കൂട്ടിയാൽ നമുക്കറിയാൻ സാധിക്കും 70 ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് 2 വർഷത്തിൽ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ 2 വർഷത്തിൽ കുറവായതുകൊണ്ട് ഈ 70 ആഴ്ചവട്ടത്തിനുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 വർഷത്തിനുള്ളിൽ ഇതെല്ലാം നടന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് 70 ആഴ്ചയുടെ പ്രവചന പ്രകാരം യെരുശലേമിൻ്റെ പുനർനിർമ്മാണവും പുനഃസ്ഥാപനവും മശിഹായുടെ ഛേദിക്കപ്പെടലും എതിർക്രിസ്തുവിൻ്റെ നാശവും BC 443 മുമ്പ് സംഭവിച്ചിട്ട് ഉണ്ടായിരിക്കണം. 70 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ കുറവാണ്. അപ്പോൾ BC 445 ഈ കൽപ്പന കൊടുത്തെങ്കിൽ BC 443 ആകുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കണം. എന്നാൽ സംഭവങ്ങൾ എന്നാ നടന്നത്? എന്നാണ് മശിയ ഛേദിക്കപ്പെട്ടത്? AD 30. AD 30. അപ്പം 445 BC 445 മുതൽ AD 30 വരെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷമുണ്ട്? 445 30 എന്ന് പറയുമ്പോൾ 475 വർഷം കഴിഞ്ഞാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. എന്നാൽ പ്രവചനത്തിൽ പറഞ്ഞ എന്താണ്? 70 ആഴ്ചകൾക്കുള്ളിൽ സംഭവിക്കുന്നത്. യഥാർത്ഥമായിട്ട് സംഭവിച്ചത് ഓൾമോസ്റ്റ് 475 വർഷം കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു 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 ചോദ്യം ഉണ്ട് ഇവിടെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 70 ആഴ്ചകളുടെ അവസാനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഈ 475 വർഷം എടുത്തു ഈ കാര്യങ്ങൾ സംഭവിക്കാൻ. യേശു ക്രിസ്തു കട്ട് ഓഫ് ചെയ്യും, തന്നെ ഛേദിക്കപ്പെടുമെന്ന് പറയുന്നത് നമുക്കറിയാം, നടന്ന കാര്യമാണ്. അത് നടന്നതാണ് AD 30 ഓൾമോസ്റ്റ് 475 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 69 ആദ്യത്തെ 69 ആഴ്ചകളുടെ അവസാനമാണ് യേശു ക്രിസ്തു ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 443 മുമ്പ് നടന്നിരിക്കണം. എന്നാൽ യഥാർത്ഥമായിട്ടും മശിഹ ഈ ലോകത്തിൽ വന്ന് ക്രൂശിക്കപ്പെട്ടത് AD 30. അതിനാൽ 70 ആഴ്ചകൾ എന്നത് അക്ഷരീയമായ 70 ആഴ്ചകളല്ല, പിന്നെ മറ്റെന്തിൻ്റെയോ ഒരു പ്രതീകമാണ് എന്ന് നാം മനസ്സിലാക്കണം. 70 ആഴ്ചവട്ടത്തിനുള്ളിൽ ഇതെല്ലാം പട്ടണം പണിയപ്പെടും, മശിഹ വരും, ക്രൂശിക്കപ്പെടും, അന്ത്യക്രിസ്തു വരും. അതിന് അവസാനമായിട്ട് അന്ത്യക്രിസ്തു നശിക്കപ്പെടും. നമുക്കറിയാം ഇതേവരെ അന്ത്യക്രിസ്തു വന്നിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു വന്നു, താൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് AD 30. 69ാമത്തെ വീക്കിൻ്റെ അവസാനം ആണത് നടക്കുന്നത് എന്ന് പ്രവചനത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇത് ലിറ്ററലായിട്ട് അക്ഷരീകമായിട്ടുള്ള 69 ആഴ്ചകളോ 70 ആഴ്ചകളെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ
These 70 weeks are a symbolic of something else. വേറെ എന്തിൻ്റെയോ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കെല്ലാം ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനാൽ ഇത് ആഴ്ചകളല്ല. 69 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് അക്ഷരികമായ 69 ആഴ്ചകളല്ല, പിന്നെയോ അത് വർഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വർഷങ്ങൾക്ക് ആണ് പ്രസക്തി ഉള്ളതെന്ന് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം BC 445 മുതൽ AD 30 കർത്താവ് ഛേദിക്കപ്പെടുന്ന സമയം എന്ന് പറയുമ്പോൾ 475 വർഷങ്ങളായതുകൊണ്ട് ഇത് ആഴ്ചകളെക്കുറിച്ചല്ല, പിന്നെ വർഷങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇവിടെ ഞാനൊന്ന് നിർത്തിയിട്ട് ചെറിയ കാര്യങ്ങൾ പറയട്ടെ. പ്രവചനത്തിൽ ഉള്ള ഒരു മർമ്മം ഇതാണ്. പ്രവചനം ചിലപ്പോൾ ഉള്ള പ്രവചനം ആ സമയത്ത് തന്നെ നടക്കേണ്ടതുണ്ട്. ചിലത് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നടക്കും, ചിലത് അനേക വർഷങ്ങൾ നടക്കും. അങ്ങനെയുള്ള ഒരു പ്രവചനമാണ് ഇത്. ഇത് തുടങ്ങിയത് ബാബിലോൺ പ്രവാസത്തിൻ്റെ 70 സംവത്സരത്തെക്കുറിച്ചുള്ള കാര്യം കൊണ്ട് തുടങ്ങിയെങ്കിലും ദൈവാത്മാവ് അത് എടുത്തിട്ട് ഭാവിയെക്കുറിച്ച് കാണിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ആ പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ 2 ഭാഗങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. യെരുശലേം പട്ടണം പണിതു, യേശു വന്നു, താൻ ക്രൂശിക്കപ്പെട്ടു, താൻ സ്വർഗാരോഹണം ചെയ്തു, യുദ്ധങ്ങൾ നടന്നു. AD 70 ടൈറ്റസ്, റോമൻ ഗവർണറായിരുന്ന ടൈറ്റസ് വന്ന് യെരുശലേം ദേവാലയം ചുട്ടുകരിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പം പ്രവചനങ്ങൾ ഇങ്ങനെ അന്ന് 445 വർഷങ്ങൾക്ക് 470 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനങ്ങൾ അനേക കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അത് ആഴ്ചകളല്ല, വർഷങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആഴ്ചകളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ ആശയങ്ങൾ ഇതെന്താണ്, ഈ ആഴ്ചകൾ എന്നുള്ളത് വർഷങ്ങളായി മാറിയതെന്നുള്ളതിൻ്റെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ സംഖ്യാപുസ്തകം 14 അധ്യായത്തിൻ്റെ 34 വാക്യം വായിക്കുമ്പോൾ, ഞാനിവിടെ അത് സ്ക്രീനിലുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടന്നതിൻ്റെ കാരണം എന്താണെന്ന് അതാണ് ഇവിടെ കർത്താവ് പറയുന്നത് സംഖ്യാപുസ്തകത്തിൽ. അന്ന് ഉറ്റുനോക്കാൻ കനാൻ നാട്, പ്രോമിസ് ലാൻഡ് ഉറ്റുനോക്കാൻ പോയ സ്പൈസ്, എൻ്റെ പേര് മലയാളം എന്താ എനിക്കറിയാൻ വയ്യ, ഉറ്റുനോക്കുന്നവരെ പോയി എന്താ പറഞ്ഞാട്ടെ, ഉറ്റുനോക്കുന്നവരെ പോയി 40 ദിവസമാണ് അവരത് ഒറ്റുനോക്കിയത്. എന്നിട്ട് ഒറ്റുനോക്കിയിട്ട് അവർ തിരിച്ചു വന്ന് ഒരു ബാഡ് റിപ്പോർട്ടും കൊണ്ടാണ് വന്നത്. അവിടെ പോകാൻ പറ്റത്തില്ല, വലിയ മല്ലന്മാരുണ്ട്, അവന്മാരെ കാണുമ്പോൾ നമ്മളെ വെറും വെട്ടുക്കിളിയെ പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു വല്ലാത്ത ഒരു ദോഷമായ ഒരു റിപ്പോർട്ടും കൊണ്ട് വന്ന ദൈവം അതിൽ കോപിച്ച് അവരോട് പറഞ്ഞു, ഈ 40 ദിവസം നീ ഒറ്റുനോക്കി ഈ അവിശ്വാസമായി കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ പേരിൽ നീ 40 വർഷം, ഒരു ദിവസത്തിന് 1 വർഷം എന്ന രീതിയിൽ 40 വർഷം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഓർക്കണം, ഒരു ദിവസം എന്ന് പറയുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഒരു വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് എസെക്കിയേൽ പ്രവചനം 4 അധ്യായത്തിൻ്റെ 6 വാക്യം കൂടെ വായിക്കാം. അത് ഇവിടെ സ്ക്രീനിലുണ്ട്. എസെക്കിയേൽ 4:6. ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചരിഞ്ഞു കിടന്ന് യഹൂദ ഗോത്രത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. 1 സംവത്സരത്തിന് 1 ദിവസം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 1 സംവത്സരം എന്ന് പറയുന്നത് ഇവിടെ 1 ദിവസമാക്കി മാറ്റി. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസ് പറയുന്നത് ദൈവത്തിന് 1 ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം 1 ദിവസം പോലെയും. അപ്പോൾ ഇതാണ് ഈ പ്രവചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. പലപ്പോഴും ആശ്ചര്യമായ കാര്യങ്ങളല്ല ഈ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇവിടെ
അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷം. ആഴ്ചകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ കാര്യം, പ്രൊഫറ്റിക് ഈ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഒരു ദിവസം ഒരു വർഷം. അങ്ങനെയാണെങ്കിൽ അതിനാൽ ഇത് ആഴ്ചകളല്ല വർഷങ്ങളാണ് എങ്കിൽ ദാനിയേൽ 9:21-25 അനുസരിച്ച് യെരൂശലേം പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും ഉള്ള കൽപ്പന പുറപ്പെട്ടത് മുതൽ, അതായത് BC 445 മുതൽ പ്രഭുവായ മശിഹ ഛേദിക്കപ്പെടുന്നവരെ 69 ആഴ്ചകളാണ്. 69 ആഴ്ചകൾ. ഇനിയും അതായത് ഈ 69 ആഴ്ച എന്ന് പറയുമ്പോൾ ഈ വേറൊരു വിഷയം നമ്മൾ പഠിച്ചു, ശാബത് ആഴ്ചകൾ. ശാബത് ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസമാണ്. എന്നാൽ ശാബത് ആഴ്ച എന്ന് പറയുന്നത്, ശബത്ത് ആഴ്ച എന്ന് പറയുന്നത് 7 വർഷമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസത്തിന് ഒരു വർഷമെങ്കിൽ 69 ആഴ്ചകളിൽ എത്ര ദിവസങ്ങളുണ്ട്? 69 ആഴ്ച. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. 69 ആഴ്ചയിൽ 69നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര ദിവസം വരും? ഇത് നിങ്ങളെ കണക്ക് പഠിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. എന്നാൽ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. 69നെ 69 ആഴ്ചകളെ 7 ദിവസമുള്ള ആഴ്ചകൾ കൊണ്ട് ഗുണിച്ചാൽ 483 ദിവസങ്ങൾ അല്ലേ? ശരിയല്ലേ? 483 ദിവസങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ നമ്മുടെ സ്ലൈഡിൽ കണ്ട അവിടെ എന്താ കണ്ടത്? ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 69 ആഴ്ചകൾ എന്ന് പറയുന്നത് എത്ര ദിവസമുണ്ട്? ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ശബത്താഴ്ച 7 ദിവസം, 483 ദിവസം. ആ 483 ദിവസം സംഖ്യാപുസ്തകം 14:30 അനുസരിച്ച് ഒരു ദിവസം ഒരു വർഷം എന്നുള്ള അത് പറയുകയാണെങ്കിൽ 483 ദിവസം എന്ന് പറയുന്നത് 483 വർഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പതിയെ പോകുന്നത് കേട്ടോ. 483 വർഷങ്ങൾ. ഓക്കെ, ഇവിടെ ഇനി അല്പം ഒരു പ്രയാസം ഇവിടെ ഉണ്ട്. പ്രയാസം എന്ന് പറയുമ്പോൾ മറ്റൊരു മനസ്സിലാക്കാനുള്ള പ്രയാസം. ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞു 445 BC 445 കൽപ്പന പുറപ്പെട്ടു. AD 30 യേശു വന്നു. അപ്പോൾ എത്ര വർഷം എന്നാണ് പറഞ്ഞത്? 475 വർഷം. എന്നാൽ ഇപ്പോഴത്തെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 69 വർഷം 7 ദിവസങ്ങളുള്ള വർഷങ്ങളായിട്ട്, 69 ആഴ്ചകൾ 7 ദിവസങ്ങളുള്ള ആഴ്ചകളായിട്ട് മാറ്റി അതിനെ വർഷങ്ങളാക്കി മാറ്റുമ്പോൾ 483 വർഷം. ഇവിടെ ഒരല്പം കുഴപ്പമുണ്ട്. അപ്പോൾ ഒരു കണക്കിൻ പ്രകാരം നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിയുമ്പോൾ 475 വർഷം. എന്നാൽ ആത്മീയ പ്രാവചനിക ഭാഷയിൽ സംസാരിക്കുമ്പോൾ 483 വർഷം. ഇതിലേതാണ് ശരി? അത്രയും പേര് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്ന് പറഞ്ഞേ മനസ്സിലായോ ഇല്ലയോ എന്ന്. ഇല്ല, ഒന്നും കൂടി പറ. ഓക്കെ, വെരി ഗുഡ്. അത് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, ഇപ്പം ആരും ഇനി സ്ക്രീനെ നോക്കണ്ട, എൻ്റെ മുഖത്തോട്ട് നോക്കിയോ. നമ്മൾ ആദ്യമേ പറഞ്ഞു കൽപ്പന പുറപ്പെടുന്നത് മുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് വരെ 69 ആഴ്ചകൾ. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൽ നിന്ന് പിന്നെ നമ്മൾ പറഞ്ഞു കൽപ്പന പുറപ്പെട്ടത് 445 BC യേശു ക്രിസ്തു ഛേദിക്കപ്പെട്ടത് 30. അപ്പോൾ 445 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 475 വർഷം. കൽപ്പന പട്ടണം പണിയാൻ കൽപ്പന ഇട്ടത് മുതൽ യേശു ക്രിസ്തുവിൻ്റെ ഛേദം വരെ 475 വർഷം. അത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആദ്യമേ പറഞ്ഞു. മനസ്സിലാകാഞ്ഞ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാവചനികമായിട്ട് പറഞ്ഞപ്പോൾ 69ാമത്തെ ആഴ്ചയുടെ അവസാനമാണ് യേശു ക്രിസ്തു വരുന്നെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഛേദിക്കപ്പെടുന്നത്. അപ്പോൾ 69 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്.
69 ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ 69 ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 483 ദിവസങ്ങൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞു സംഖ്യാപുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യപ്രകാരം ഒരു ദിവസം ഒരു വർഷമെങ്കിൽ 483 ദിവസമല്ല 483 വർഷങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരാശയ കുഴപ്പമുണ്ടായി. ഇവിടെ 475 കറക്റ്റ്, 483 കറക്റ്റ്? ഇതാണ് ചോദ്യം. ഇത്രയും മനസ്സിലായി. ഇനിയൊന്ന് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം. മനസ്സിലായി. അത് കറക്റ്റ് എന്നാണ്. എന്തോ രണ്ട് നമ്പർ വന്നില്ലേ, 75 83. ഒന്ന് 475, 483. ഇത് ഏതാ കറക്റ്റ് എന്ന് നമുക്കറിയത്തില്ല. ഞാൻ പഠിപ്പിക്കാം അപ്പം ഏതാ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ ഇപ്പോൾ നമുക്കുള്ള ആശയക്കുഴപ്പം എന്താ ചോദിച്ചാൽ ഇത് ഏതാ ശരിയെന്ന് നമുക്കറിയത്തില്ല. 475 483 അത്രയും വരെ മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തോട് കേൾക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. അതിനാൽ കൽപ്പന പുറപ്പെട്ട് 483 വർഷത്തിന് ശേഷം മശീഹ ഛേദിക്കപ്പെട്ടുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഈ ആഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മശീഹ AD 30 ഛേദിക്കപ്പെട്ടു. അതായത് കൽപ്പന പുറപ്പെട്ട് 475 വർഷം കഴിഞ്ഞ്. ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഇങ്ങനെ വന്നതിൻ്റെ വ്യത്യാസം പ്രവചനത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അത് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കുഴപ്പമാണ്. എന്താണ് ഈ വ്യത്യാസമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാണ് ശരി, 475 വർഷമോ അതോ 483 വർഷമോ? അതാണ് നമ്മുടെ ചോദ്യം. അതിന് മറുപടി ഞാൻ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ. ഇതൊക്കെ മുഖാമുഖമായിട്ട് കണ്ടുപഠിപ്പിച്ചാൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, വ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം ഉപയോഗിക്കുന്ന കലണ്ടറും ബൈബിൾ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ബൈബിളിൽ പറയുന്ന കലണ്ടറിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കലണ്ടറും നമ്മൾ പറയുന്ന കലണ്ടറും രണ്ട് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞുതരാം, ഇവിടെ കാണിച്ചു തരാം. നാം ഉപയോഗിക്കുന്ന കലണ്ടറിൻ്റെ പേര് സൗര കലണ്ടർ, സോളാർ ഇയർ എന്നാണ് പറയുന്നത്. അതിന് എത്ര ദിവസമുണ്ട്? അതിന് 365 ദിവസമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കലണ്ടറിൽ 360 ദിവസമേ ഉള്ളൂ, ബിബ്ലിക്കൽ കലണ്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അത് എവിടെ നിന്നാണ് പാസ്റ്റർക്ക് അത് കിട്ടിയത്? കാണിച്ചു തരാം, ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ചന്ദ്രവർഷം, അത് ലൂണാർ വർഷം, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്കൊന്ന് എഴുതി തന്നേ ഉള്ളൂ. 354 ദിവസം. സൗരവർഷം, സോളാർ ഇയർ 365 ദിവസം. കലണ്ടർ ഇയർ അല്ലെങ്കിൽ ബിബ്ലിക്കൽ കലണ്ടർ 360 ദിവസം ഒരു വർഷത്തിൽ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിൻ്റെ കലണ്ടറിൻ്റെ താക്കോൽ എങ്ങനെയാണിത് 366 ദിവസം എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അത് നിങ്ങൾ ഇനിയും പേനായും പെൻസിലൊക്കെ എടുത്താട്ടെ. എന്നിട്ട് നമുക്ക് എലിസബത്ത് ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെ വായിച്ചാൽ. ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ എന്നാണ്, ഏത് വർഷമാണ്? നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ വായിച്ചാട്ടെ. 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫെത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു.
ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയമുണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്തു നിന്നുയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി, പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. സിസ്റ്ററെ, ഇനിയും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ 24-ാം വാക്യം വായിച്ചാട്ടെ. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. മതി. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണം. എത്ര ദിവസം വെള്ളം ഭൂമിയിൽ ഉണ്ടായിരുന്നു? 150 ദിവസം. 50 ദിവസം. ഇനിയും 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാട്ടെ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് 4-ാം വാക്യം മാത്രം വായിച്ചാൽ 4 മാത്രം വായിച്ചു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. മതി. അപ്പോൾ ഇവിടെ നിർത്തണേ. ഏത് മാസമാണ് ഈ മഴ തുടങ്ങിയത്? 2-ാം മാസം 17-ാം തീയതി. ഏത് മാസത്തിന്റെ? 2-ാം മാസത്തിന്റെ 17-ാം തീയതി. എല്ലാരും ഒന്ന് പറഞ്ഞേ. 2-ാം മാസത്തിന്റെ 2-ാം മാസം 17-ാം തീയതി. 2-ാം മാസം 17-ാം തീയതി. എപ്പോഴാണ്? 2-ാം മാസം 17. എപ്പോഴാണ് ഇത് മഴ തീർന്നത്? എപ്പോഴാണ്? 7-ാം മാസം 17-ാം തീയതി. മതി. നിർത്തിക്കാട്ടെ. അപ്പൊ എത്ര മാസമുണ്ട്? എത്ര മാസം ഉണ്ടായിരുന്നു? 5 മാസം. 5 മാസം മഴ പെയ്തു. 5 മാസം. ഇനി അത് മനസ്സിരുന്നുകൊണ്ട് 24-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ആൻഡ് ദ വാട്ടേഴ്സ് പ്രിവെയിൽഡ് ഓൺ ദി എർത്ത് 150 days. 150 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ 5 മാസം എന്നൊരു വശത്ത് പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്ത് പറയുന്നത് 150 ദിവസം. അപ്പൊ എത്ര ദിവസങ്ങളുണ്ട്? അത് 1 മാസത്തില് 30 ദിവസം. 30 ദിവസം ഒരു മാസത്തിൽ. അങ്ങനാണെങ്കിൽ ഒരു വർഷമായിരിക്കുന്ന 12 മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 360. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് കണ്ടോ, ഈ സ്ക്രീനിൽ ഇപ്പോൾ നോക്കിക്കേ. കലണ്ടർ വർഷം ബിബ്ലിക്കൽ ദൈവത്തിന്റെ കലണ്ടറിലെ 360 ദിവസം. നമുക്കുള്ള കലണ്ടർ, നമ്മളെല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഈ സൗരവർഷ കലണ്ടർ, അതിനകത്ത് 365 ദിവസമുണ്ട്. ഇങ്ങനെയുള്ള 2 വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ 475-ഉം 483-ഉമായിട്ട് ഉള്ള വിഷയം വന്നതിൻ്റെ കാര്യം. അത് ഞാൻ പഠിപ്പിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. അത് ഞാനൊരു പറഞ്ഞുകൊണ്ട് ഇത് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. വെള്ളപ്പൊക്കം ആരംഭിച്ചു 2-ാം മാസത്തിലെ 17-ാം ദിവസം. അത് ഉൽപ്പത്തി പുസ്തകം 7-11. വെള്ളപ്പൊക്കം അവസാനിച്ചു 7-ാം മാസത്തിലെ 17-ാം ദിവസം. ഉൽപ്പത്തി 8-4. ഭൂമിയിൽ വെള്ളം 150 ദിവസം ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി 7-24 പറയുന്നു. 5 മാസം ഈക്വൽ 150 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം 30 ദിവസം. അതായത് ഒരു വർഷം 360 ദിവസം. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു പറയുന്നേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നില്ല മറന്നു പോകരുത് കേട്ടോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കൽപ്പന പുറപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഛേദം വരെ 470 വർഷമാണോ 483 വർഷമാണോ എന്നുള്ള ചോദ്യം. അത് ഏതാണ് ശരി, അതോ തെറ്റാണോ എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്തിലേക്ക് വന്നത്. അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു വ്യത്യാസത്തിൻ്റെ കാര്യം, ബൈബിളിൽ ഉപയോഗിക്കുന്ന കലണ്ടറിലെ ഒരു വർഷത്തിൽ 360 ദിവസമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ 365 ദിവസമുണ്ട്. അതാണ് ഇതിന് കാരണമായി തീർന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ആ വിഷയം അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം 483 വർഷമാണെന്ന് തന്നെ വിചാരിക്കാം. 69 പ്രവചന പ്രകാരം 69 ആഴ്ചകൾ. സാധാരണ കാലഗതിയിൽ 365 ദിവസത്തെ സൗരവർഷങ്ങൾ ഉപയോഗിക്കുന്നു.
BC 445 മുതൽ AD 30 വരെയുള്ള കണക്കുകൾ, അതായത് ചരിത്രം പറയുന്നത് ഈ BC 445 AD 30 എന്നൊക്കെ പറയുന്നത് ഏത് കലണ്ടറാ ഉപയോഗിക്കുന്നത്? സൗരകലണ്ടർ സൗര കലണ്ടർ. എത്ര ദിവസമുണ്ട്? 365. 365. 165 ദിവസമുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ 445 മുതൽ AD 30 വരെ 475, 476 എഴുതിയത് ശരിയല്ല കേട്ടോ, 475 ദിവസങ്ങളുണ്ട്. അപ്പോൾ 475 476 ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വർഷങ്ങൾ ഇൻക്ലൂസീവായിട്ട് പറഞ്ഞാൽ, ഇൻക്ലൂസീവായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉൾപ്പെടുത്തി, അതിൻ്റെ ആദ്യം അവസാനം കൂടി ഉൾപ്പെടുത്തി വരുമ്പോൾ അത് 476 വർഷമുണ്ട്. ആ 476 വർഷം എന്ന് പറയുന്നത് സൗരവർഷങ്ങളാണ്. ആ സൗരവർഷത്തിൽ ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 426 വർഷത്തെ 365 ദിവസം കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചാൽ 1,73,740 ദിവസം അതിനകത്തുണ്ടെന്ന് കാണാൻ സാധിക്കും. കാൽക്കുലേറ്റർ ഉള്ളവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ, പേനായും പേപ്പറും ഉള്ളവർ നിങ്ങൾക്ക് ഗുണിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തൽക്കാലം നിങ്ങളത് വീട്ടിൽ പോയി ഇപ്പം എന്നെ വിശ്വസിക്കുക ഈ നമ്പർ. പ്രൈസ് ലോർഡ്. ഇനിയും എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ വളരെ സന്തോഷമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നല്ലൊരു പഠിക്കാൻ നല്ലൊരു വിഷയമാണ് ഇത്. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഈ സൂര്യവർഷത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അതിന് ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ലീപ്പ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ കണ്ടുപിട്ടത് അതിവർഷങ്ങൾക്ക്. അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ 4 വർഷവും കൂടിയിരിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിന് 28 ദിവസത്തിന് പകരം എത്ര ദിവസം വരും? 29 ദിവസം വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 476 എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്, അത്രയും ദിവസങ്ങളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം. 114. എന്തോ 476 വർഷത്തിനിടയിൽ എല്ലാ 4 വർഷത്തിനും ഒരു ലീപ്പ് ഇയർ ഉണ്ട്, ഒരു ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ 476 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 476-നെ 4 ഹരിക്കണം. 119. 119. അപ്പം അതും കൂടെ നമ്മൾ ഈ 1,73,740 ആഡ് ചെയ്യണം, കൂട്ടണം. 1,73,740 അതിൻ്റെ കൂടെ 119 ആഡ് ചെയ്യുമ്പോൾ 1,73,859 ദിവസങ്ങൾ. ഓക്കെ. ഇനിയും മാർച്ച് 14 മുതൽ ഏപ്രിൽ 2, അതാണ് ദിവസങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 20 ദിവസം കൂടെ ഉണ്ട്, ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ അതും കൊണ്ട്. അപ്പം ഈ 20 ദിവസം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 1,73,879 അതിൻ്റെ കൂടെ 20 കൂടെ ആകുമ്പോൾ 1,73,789 ദിവസം. ഓക്കെ, മനസ്സിലായി. താങ്ക് യു. അതിനെ ദൈവത്തിൻ്റെ കലണ്ടറായിരിക്കുന്ന, ബൈബിളിലെ കലണ്ടറായിരിക്കുന്ന 360 കൊണ്ട് ഹരിച്ചാൽ എത്ര വർഷം കിട്ടുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. 482.9. നിങ്ങൾ തന്നെ കണക്കാക്കി. അപ്പോൾ ഏതാ ശരി? 475 483 483. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു നിങ്ങളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ. വളരെ മനോഹരമായ ഒരു ക്ലാസ്സാണിത്. ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് പറയാനല്ല, ദൈവവചനത്തിൻ്റെ ആ സുരക്ഷിതത്വവും അതിൻ്റെ കൃത്യതയും അതിൽ നടക്കുന്ന വിവരങ്ങളും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ഒരു ദൈവമില്ലാത്തവനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തെ അറിയാത്തവനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്? ഇത്ര വലിയവനായ ദൈവം വർഷങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ വാഗ്ദാനങ്ങൾ അക്ഷരപ്രതി അത് മുമ്പോട്ട് വരികയാണ്. ഈ മാസങ്ങളെക്കുറിച്ചൊക്കെയും ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഹിസ്റ്ററി നോക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും
ഒന്നുമില്ലെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശമായിട്ട് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ പ്രവചനം അതുപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമ്മതിക്കാമോ? Praise the Lord. ആ അപ്പോൾ അപ്പോൾ കൽപ്പന പുറപ്പെട്ടത് മുതൽ ആ പട്ടണം പണിതു, അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു വന്ന് ഛേദിക്കപ്പെട്ടു. അത്രയും കാര്യങ്ങൾ അതുപോലെ നടന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. എങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നടന്നെങ്കിൽ 69 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ 69 ആഴ്ചകൾ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചട്ടമായിട്ട് നടന്നെങ്കിൽ 70ാമത്തെ വീക്കിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളും നടക്കത്തില്ലേ? വളരെ കൃത്യമായിട്ട് നടക്കത്തില്ലേ? നടക്കും. ഓക്കെ. അപ്പൊ 70ാമത്തെ വീക്ക്, 70ാമത്തെ ആ ആഴ്ചവട്ടം ഈ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ എന്നുകൊണ്ട് തീരണം? 483 വർഷം AD 30 തീർന്നു. 70ാമത്തെ വീക്ക് എന്ന് പറയുമ്പോൾ 490 വീക്ക്. 70ഉം അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ 490, അല്ലെങ്കിൽ 483 7 ആഴ്ചയുടെ 7 വർഷം കൂടെ കൂടുമ്പോൾ 490. 7 ആഴ്ചകൾ കൂടെ കൂടിയാൽ എവിടാ വരുന്നത്? AD 37 ഈ അന്ത്യക്രിസ്തുവും വരണം, ഈ മ്ലേച്ഛതകൾ ശൂന്യമാക്കുന്നത് നിൽക്കുകയും ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തുവും വരണം. എന്നാൽ വന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു രണ്ടാമത് വന്നിട്ടില്ല ഇതുവരെ. അന്ത്യക്രിസ്തു വന്നിട്ടില്ല. അപ്പോൾ ഈ 70ാം ആഴ്ചവട്ടത്തിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യം ഇതേവരെ നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ദൈവം പറഞ്ഞത് ശരിയാണോ? ആബ്സല്യൂട്ട്ലി ദൈവം പറഞ്ഞതിന് ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല. ഇന്ന് ഇപ്പോൾ 3 മിനിറ്റൂടെ ഉള്ളൂ. ഇന്ന് ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ 70ാം ആഴ്ചവട്ടക്കാലത്ത് നടക്കുന്നത് അന്ത്യക്രിസ്തു വരും. അവൻ വന്ന് 7 വർഷത്തേക്കുള്ള ഒരു നിയമം, ഒരു ഉടമ്പടി ഇസ്രായേലും മറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ചെയ്യും. ആ 7ാം വർഷം അങ്ങനെ 7 വർഷത്തേക്ക് ഉടമ്പടി എഴുതിയെങ്കിലും അതിൻ്റെ പകുതിയാകുമ്പോൾ 3.5 വർഷമാകുമ്പോൾ അവൻ ഉടമ്പടി ലംഘിക്കും. അവൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് യെരുശലേം ദേവാലയത്തിനെ അവൻ അതിനെ ശൂന്യമാക്കി, അതിനെ മലിനപ്പെടുത്തി, അവൻ തന്നെ ദൈവമാണെന്നും പറഞ്ഞ് അവനെ ആരാധിക്കണമെന്നും പറഞ്ഞുള്ള നിയമം കൊണ്ടുവരും. ഇസ്രായേലിനെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഉപദ്രവങ്ങൾ അവൻ ചെയ്യും. അങ്ങനെ ഇസ്രായേൽ ജനം കഷ്ടതയിൽ കൂടെ 3.5 വർഷക്കാലം, അതാണ് യാക്കോബിൻ്റെ കഷ്ടത എന്ന് പറയുന്നത്, യാക്കോബിൻ്റെ ട്രബിൾ എന്ന് പറയുന്ന ആ 3.5 വർഷക്കാലം ഇതേവരെ ലോകം കണ്ടിട്ടില്ലാത്ത കഷ്ടത അന്ത്യക്രിസ്തുവിൻ്റെ കൈകളിൽ കൂടി ഈ ഇസ്രായേൽ മക്കൾ അനുഭവിക്കും. ആ സമയത്ത് അവർ ഒരു കാര്യം ഓർക്കും. അവർ ദൈവത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയി മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചാൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ ചെതറിപ്പിച്ച് കളയുമ്പോൾ നിങ്ങൾ അന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ദൈവത്തിന് പൈതലേ, ആ 3.5 വർഷത്താലെ കഷ്ടത്തിന് നടുവിൽ അവരെ ദൈവത്തോട് പറയും, കർത്താവേ, രക്ഷിതാവായിരിക്കുന്ന നിങ്ങളുടെ മശിഹായെ അയക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് കരഞ്ഞു വിളിക്കുന്ന സമയത്താണ് യേശു ക്രിസ്തു രണ്ടാമത് രാജാതി രാജാവും മഹാദൈവവുമായിട്ട് അവൻ്റെ മഹാപ്രത്യക്ഷത, ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് ജീസസ് ആൻഡ് ഹീ വിൽ കം. അവിടെ വന്ന് അന്ത്യക്രിസ്തുവിനെ നശിപ്പിച്ച് ആ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി യേശു ക്രിസ്തു ഈ ലോകത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാതി രാജാവായി വാഴുകയും നമ്മൾ അവനോടുകൂടി 1000 ആണ്ട് ഈ ലോകത്തിൽ അവനോട് വാഴുകയും ചെയ്യും. ആ ശുഭ്രമായിരിക്കുന്ന, ആ മനോഹരമായിരിക്കുന്ന ഒരു ഭാവിയാണ് ഇസ്രായേലിലും നമുക്കുമുള്ളത്. കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പരാതികളും ഭീഷണികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് പൈതലേ, നമ്മുടെ മുമ്പിൽ വളരെ ശുഭമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അതെന്തുകൊണ്ട് ഇതിനോടനുബന്ധിച്ച് കർത്താവ് മരിച്ച ആ സമയത്തോടനുബന്ധിച്ചുള്ള 7 വർഷം കൊണ്ട് അത് നടക്കാഞ്ഞത് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
വളരെ അനുഗ്രഹീതമായ ഒരു ക്ലാസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ വിഷയത്തിന് കൃത്യമായ കണക്കുകളും അക്കങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. ഓരോ സംഖ്യയ്ക്കും പിന്നിലുള്ള അർത്ഥവും പ്രാധാന്യവും വളരെ മനോഹരമായി വിശദീകരിക്കുന്നതിലും അത് മനസ്സിലാക്കി തരുന്നതിലും നമ്മൾ പലപ്പോഴും 1-ാം ആണ്ടും 2-ാം ആണ്ടും ഒക്കെ വായിച്ചു പോകും. എന്നാൽ അതിന്റെ പുറകിലൊക്കെ വളരെ വ്യാപ്തമായ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഇടയാക്കി തീർത്തല്ലോ. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ ആത്മാർത്ഥതയോടെ അത് പഠിപ്പിക്കാൻ ഇടയായി തീർന്നല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ. വീണ്ടും അനേകർക്ക് തന്റെ വിജ്ഞാനം കഴിവും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമ്മുടെ റോമാ ലേഖനം ഷാജൻ പാറക്കടവിൽ എടുക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ഇതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ അവസാനം ചുരുക്കമായി പ്രാർത്ഥിച്ചു. Hallelujah. Thank you, Jesus. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം പഠിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിലപ്പെട്ട അഭിഷിക്ത ദാസനെ ഇന്നും ക്ലാസ്സുകൾ നയിപ്പാൻ സ്വർഗം സഹായിച്ചു. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായി കർത്താവിന് വേണ്ടി അധികമായി നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അവിടുത്തെ കാവലും പരിപാലനവും ഉണ്ടാകും. എല്ലാ നന്മകളാലും നിറയ്ക്കും. കോളേജിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കും. പങ്കെടുക്കുന്ന എല്ലാവരെയും ആദരിക്കണം. ക്രിസ്തയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും യുവബി കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.